ഹേയ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്നിതെവിടെ കാണാവോ? ബസ്സിൽ നിന്നായിരിക്കുമല്ലേ നിങ്ങൾ ചിന്ത. നമ്മുടെ കണ്ണൂർ മറൈൻ എക്സ്പോ നടക്കുന്നുണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് പോവാണ്. വിഷുവിൻ്റെ അന്ന് പോയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല, അപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങിയതാണ് അങ്ങോട്ടേക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ വളവട്ടണം പാലം. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ഉണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. കണ്ണൂർ ബസ് ഇറങ്ങി ഓട്ടോ പിടിച്ച് നേരെ നമ്മൾ പോലീസ് മൈതാനിലേക്ക് വിട്ടു. അവിടെയാണ് ഈ എക്സ്പോ നടക്കുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തി. അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. 120 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് പ്രൈസ് വന്നിട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്ത് അകത്തേക്ക് കയറി. മെയിനായിട്ട് കുട്ടികൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു തീമാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സൂ ടൈപ്പാണ് അവിടെ ഉള്ളത്. ഒരുപാട് ആനിമൽസിൻ്റെയും ഡമ്മീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെന്നൂട്ടൻ ആദ്യം ഭയങ്കര സന്തോഷമായിരുന്നു ഇത് കണ്ടിട്ട്. പിന്നെ ആൾ പേടിക്കാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ ശബ്ദവും ഇതിങ്ങനെ അനങ്ങുന്നതെല്ലാം കണ്ടിട്ട് പിന്നെ ആൾ പേടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നേരെ അടുത്ത് പോകുന്നത് ഫിഷിനെ ഡിസ്പ്ലേ ചെയ്തെടുത്തേക്കാണ്, ടണൽ അക്വേറിയം. അപ്പോൾ ഒരുപാട് ഫിഷുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫിഷിനെയൊക്കെ അവരോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജെന്നൂട്ടനെല്ലാം ഭയങ്കര ഈ മീനിനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ല സന്തോഷത്തിലുണ്ടായി.
ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഇതുപോലുള്ള ബേർഡ്സിനെയൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടാണ്. അങ്ങനെ അതും കണ്ടു. നല്ല നല്ല എന്താ പറയുക, കുറേ ബേർഡ്സിനെയൊക്കെ അവിടെ കാണാനുണ്ട്. ബേർഡ്സ് മാത്രമല്ല മറ്റു ജീവികളും ഉണ്ട്, അതിനെയൊക്കെ നമ്മളവിടെ കണ്ടു. ഇരട്ട പക്ഷി അതിൻ്റെ എണയില്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കുന്ന പോലെയാണ് ഉണ്ടായേ. ഒരു നിമിഷം പോലും അത് നിൽക്കുന്നുണ്ടായിട്ടില്ല. അതിൻ്റെ കൂട് കെട്ടിയ കമ്പി കണ്ടിട്ട് നമ്മളൊന്ന് പേടിച്ചു. ഇതെങ്ങാനും ചവിട്ടിപ്പൊളിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലോ, ആഹാ എന്താന്നല്ല ഇറങ്ങുണ്ടാവുക അല്ലേ. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ നേരെ എത്തുന്നത് നമ്മൾ സ്ഥിരം കാഴ്ചയിലേക്കാണ്. ഇങ്ങനെ സെയിൽ ചെയ്യുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട് അല്ലേ, ഐറ്റംസൊക്കെ വെക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടായാൽ പോലും നമ്മൾ എന്തായാലും അവിടെയൊക്കെ ഒന്ന് കണ്ണോടിച്ച് വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള സാധനങ്ങൾ അവിടെ നിന്ന് നമ്മൾ എന്തായാലും എടുക്കും. അങ്ങനെ നമ്മളും കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ മുതലുള്ള എല്ലാ കാര്യങ്ങളും അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പല പല കാര്യങ്ങളും. പിന്നെ നമ്മൾ എത്തുന്നതായി 20 രൂപ സ്പോട്ടിലേക്കാണ്. ഇത് നൊസ്റ്റാൾജിക് ഫീലുള്ള മിഠായി എല്ലാ ഫെസ്റ്റിലും ഉണ്ടാവലുണ്ട്. അതിന് ഏതെടുത്താലും 20 രൂപയാണ്. അതിനുശേഷം എത്തുന്നത് ഇതുപോലുള്ള ഫാൻസി ടോയ്സ്, ഡ്രസ്സ്, ചെരുപ്പ് ഇങ്ങനത്തെ സ്റ്റാളുകളിലേക്കാണ്. എല്ലാത്തിനും എന്താ പറയുക, നമ്മൾ വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് അവിടെയൊക്കെ കയറിയിട്ട് ഇന്ന് വരുമല്ലേ. ഇത് വന്നിട്ട് രാജസ്ഥാനി പിക്കിൾ എന്നാണ് അവർ പറയുന്നത്. അതിലൊരു പിക്കിൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായി, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. സ്വീറ്റ് മാംഗോ പിക്കിൾ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ പുളിയിഞ്ചിയൊക്കെ ഇല്ലേ, അതുപോലെയായിരുന്നു. നല്ല എരിവും നല്ല മധുരമൊക്കെ ഇല്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഈ പപ്പടം കാര്യങ്ങളും അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടോയ്സിൻ്റെ സെക്ഷനിൽ എന്നോട് തന്നെ ഒരു ബലൂണ് വാങ്ങിപ്പിച്ചിട്ടുണ്ടായി. പക്ഷേ വീട്ടിലെത്തുമ്പോഴേക്കും അതിൻ്റെ പരിപ്പിളക്കിയിട്ടുണ്ടായിന്. പിന്നെ പുറത്തെത്തുമ്പോഴേക്കും കുറച്ച് റൈഡും കാര്യങ്ങളെല്ലാം, അതിലൊന്നും കയറിയിട്ടൊന്നുമില്ല. ജസ്റ്റ് പാനിപൂരി അതുപോലെ ബജീസ് എല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്